ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise the Lord. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. I would like to give sincere thanks to all those who have watched my last videos. അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. We welcome you all to our next video. അർത്തുങ്കലിലെ പ്രവർത്തനത്തിന് ശേഷം ഞങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന IPC എറണാകുളം സെൻറ്റർ 2 സഭ തന്നിട്ട് ഏതെങ്കിലും ഒന്ന് ഏറ്റെടുക്കണമെന്ന് നിർബന്ധിച്ചു. After the Arthangal ministry, our IPC church offered 2 churches and asked us to select any one of these. എന്നാൽ ആ വിഷയം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. But we pray for this matter. തുടർന്ന് കർത്താവ് നൽകിയ പ്രേരണ അനുസരിച്ച് അക്കാലത്ത് വേലയൊന്നും ഇല്ലാതിരുന്ന മൂവാറ്റുപുഴയിൽ പോകാൻ തീരുമാനിച്ചു. Later on, according to the direction of God, we decided to go to a place called Muvatura because there God's ministry is not existing. ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു സാറും ടീച്ചറുമാണ് മൂവാറ്റുപുഴയിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കുവാൻ സഹായിച്ചത്. We had a teacher and sir was known to us. They helped us to get a rented house there. അങ്ങനെ ഞങ്ങൾക്ക് ദൈവം ദാനമായി നൽകിയ മകനോടുകൂടെ മൂവാറ്റുപുഴയിലേക്ക് പോയി. So along with our son whom God had gifted to us, we went to Muvattupuzha. സാമ്പത്തികമായി ആരിൽ നിന്നും ഒരു സപ്പോർട്ടും ഇല്ലാതെയാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. We reached there without having any financial support from anywhere. അർത്തുങ്കൽ സഭയിലുള്ളവർ യാത്രയപ്പായി തന്ന ഒരു സഹായം മാത്രമേ ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നു. We only had a small support gift that was received from Arthangal church when we are leaving. അബ്രഹാമും കുടുംബവും പോയതുപോലെ ഞങ്ങൾ അതുവരെ കണ്ടിട്ടില്ലാത്ത ആ സ്ഥലത്ത് വന്ന് താമസിച്ച് പ്രവർത്തിക്കുവാൻ തുടങ്ങി. Just like Abraham went the same way, we went to a new place and started living there. വേർപെട്ട സഭകളുടെ ഒരു പ്രവർത്തനവും അപ്പോൾ മൂവാറ്റുപുഴയിൽ ഉണ്ടായിരുന്നില്ല. At that time, we could not find even a single God's ministry over there. അവിടെ അധികം ആളുകളും ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, കത്തോലിക്ക, യാക്കോബ എന്നിവരായിരുന്നു. And most of the people of that place, they were from Hindus, Muslims, Catholics and Jacobites. ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പുറത്തുപോയി ദൈവിക വിഷയമായി പലരോടും സംസാരിക്കുകയും ചെയ്യുന്നത് പതിവാക്കി. We used to pray together and also used to go outside together and spread the word of God. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നതായ പൈസയൊക്കെ തീർന്നു. എന്നിരുന്നാലും ഞങ്ങൾ അധൈര്യപ്പെട്ടില്ല. But after some time, the money which were there in our hand got finished, but we were not frightened. ഒരിക്കൽ ഒരു പരസ്യയോഗം നടത്തുവാൻ എൻ്റെ ഭർത്താവായ ദേവദാസൻ തീരുമാനിച്ചു. Once my husband, the servant of God, decided to conduct an open air meeting. ചുറ്റുപാടുമുള്ള സഭകളിൽ നിന്ന് ദേവദാസന്മാരെയും ക്ഷണിച്ചിരുന്നു. So we invited many pastors from the nearby churches. കൃത്യസമയത്ത് തന്നെ ദേവദാസൻ ഞങ്ങളുടെ 3 വയസ്സുള്ള കുഞ്ഞുമായി ടൗണിലേക്ക് പോയി. And at the correct time, the servant of God along with our son reached that place. വളരെ സമയം നിന്നിട്ടും പറഞ്ഞവരാരും വന്നില്ല. But after standing there for a long time, invited people didn't came there. എന്നാൽ ഞങ്ങളുടെ മകൻ അവിടെ കണ്ടവരായ പലർക്കും ട്രാക്റ്റുകൾ കൊടുക്കുകയും ദേവദാസന് സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. But our son starts distributing tracts to many people standing over there, and the servant of God started preaching the word of God. അതിനുശേഷം പലരും ഞങ്ങളുമായി ബന്ധപ്പെടുവാനിടയായി. And afterwards, many people started contacting us. ഒരിക്കൽ ഒരു ഉപവാസപ്രാർത്ഥന ക്രമീകരിക്കുകയും അതിൽ ഒരു ദേവദാസനെ ക്ഷണിക്കുകയും ചെയ്തു. Once we arranged a fasting prayer meeting and we invited a pastor for that. ആ പ്രാർത്ഥനയിൽ അയൽസഭകളിലെ പല വിശ്വാസികളെയും ക്ഷണിച്ച ദേവദാസനെയും ഒക്കെ പല വിശ്വാസികളെയും ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. ക്ഷണിച്ചവരൊക്കെയും തക്ക സമയത്ത് കടന്നു വന്നു. And in that meeting we invited many believers from the neighbor churches and they also came for the meeting. ഞങ്ങൾ ആ നാളുകളിൽ വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോയതിനാൽ ക്ഷണിച്ച ദേവദാസന് ഭക്ഷണം കൊടുക്കാൻ ഒന്നും ഇല്ലായിരുന്നു. But at that time we were going through various financial difficulties, so we don't have enough food to give food to the invited pastor. എനിക്കതിൽ ഭാരമുണ്ടായിരുന്നു. And I was troubled by that. പ്രാർത്ഥന കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ അടുക്കള വാതിൽക്കൽ മുട്ടുന്ന ശബ്ദം കേട്ട് ഞാൻ ഇറങ്ങിച്ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്നെ ഞെട്ടിച്ചു. The meeting started on time, but after some times I heard someone knocking at the door of kitchen. I went and opened the door and I was amazed to see that ഒരു പാവപ്പെട്ട സഹോദരി ഒരു ചാക്ക് സാധനവുമായി വന്നിരിക്കുന്നു. a poor woman came with a full bag, a bag of full with things. ഇതെടുത്തു വെക്കുക എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിപ്പാനായിപ്പോയി. She asked me to keep this bag inside and she went to attend the prayer meeting. പ്രിയപ്പെട്ടവരെ, ഞാൻ തുറന്നു നോക്കിയപ്പോൾ അന്ന് അവിടെ വന്നവർക്കെല്ലാവർക്കും കൊടുക്കുവാനായി പാല്, തേയില, പഞ്ചസാര തുടങ്ങിയവയും ഒരാഴ്ചത്തേക്കുള്ള സകല ഭക്ഷണ സാധനങ്ങളും അതിലുണ്ടായിരുന്നു. My beloved peoples, when I opened the bag, I was amazed to see that bag contains all the things that is needed for giving in the ministry, in that meeting, and also it had everything for 1 week food supply. പ്രയർ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ചായ കൊടുക്കുമ്പോൾ
എൻ്റെ ഭർത്താവായ ദേവദാസൻ അത്ഭുതപ്പെട്ടുപോയി. After the prayer meeting, when I started giving the tea to everyone, my husband, by seeing that, he got astonished. അങ്ങനെ ക്ഷണിക്കപ്പെട്ട കർത്തൃദാസന് ഭക്ഷണം നൽകാനും കർത്താവ് In സഹായിച്ചു. this way, God helped us to serve the food to the invited pastor. ഇങ്ങനെ അനേക സന്ദർഭങ്ങളിൽ ദൈവം ഞങ്ങൾക്കായി പ്രവർത്തിച്ചിട്ടുണ്ട്. In this way, many times God had done great wonders for us. മറ്റൊരിക്കൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള വിറകോ മണ്ണെണ്ണയോ ഒന്നുമില്ലാത്ത അവസ്ഥയുണ്ടായി. After one time, we do not have enough oil or wood to prepare food. ആ പറമ്പിൽ പല സാധനങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ അതൊന്നും എടുത്തുപയോഗിച്ചിരുന്നില്ല. In the home, the surrounding near to our home has everything, every wood and everything supplies was there, but we never used to take any of this. ആ സമയത്ത് വീടിന്റെ ഓണർ അവിടെ വരികയും പറമ്പിലുള്ള വിറകും മറ്റു സാധനങ്ങളും ഉപയോഗിച്ചു കൊള്ളുക എന്ന് പറയുകയുണ്ടായി. But that time the owner of the house came there and told us to take the things that are available in the surroundings. അത് ഞങ്ങൾക്ക് വളരെ ആശ്വാസം. And that was a great blessing for us. കൂടാതെ അവരുടെ എല്ലാ നിലയിലുള്ള സഹകരണം ഞങ്ങൾക്ക് അനുഗ്രഹമായി. Moreover, their support was a very great blessing for us. മറ്റൊരിക്കൽ ദേവദാസന്റെ പ്രസംഗം കേട്ട ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്ററായ KM ജോസഫ് തന്റെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുവാൻ തന്നെ ക്ഷണിക്കുകയുണ്ടായി. After hearing the preaching of the servant of God, the center pastor KM Joseph invited him to teach in his Bible college. താൻ പഠിപ്പിച്ച പല സ്റ്റുഡൻസും ഇന്ന് കർത്താവിന്റെ വേലയിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. The students who were taught by the servant of God, they have been mightily used in God's ministry nowadays. പ്രസിദ്ധരായ പ്രാസംഗികരും ആ കൂട്ടത്തിലുണ്ട്. Many famous preachers are also included in that. അതിലൊരാളാണ് പാസ്റ്റർ ബാബു ചെറിയാൻ. The one among them is Pastor Babu Cherian. ഒരിക്കൽ ആ പ്രദേശത്ത് വെച്ച് ഒരു കൺവെൻഷൻ ക്രമീകരിച്ച് നടത്തുകയുണ്ടായി. Once we have arranged a convention meeting at that place. ഒന്നാം ദിവസത്തെ മീറ്റിംഗിൽ ധാരാളം പേർ സന്നിഹിതരായിരുന്നു. The first meeting, many people attended the meeting. രണ്ടാം ദിവസവും മീറ്റിങ്ങിനായി എല്ലാവരും വന്നപ്പോൾ കണ്ടത് ഞങ്ങൾ കൺവെൻഷൻ നടത്തുവാനെടുത്ത ഹാളിൻ്റെ അടുത്തുള്ള ചുവരുകളിലൊക്കെയും എഴുതിയിരിക്കുകയാണ്, ഇന്നിവിടെ മീറ്റിംഗ് നടത്തിയാൽ ഇവിടെ ചോരപ്പുഴയോ ഒഴുകും. But second day when people came over there, everyone see that in the walls of the convention hall, it's written like this: if you conduct the convention meeting today, there will be a great bloodshed. വന്നവരെല്ലാവരും അത് വായിച്ച് അല്പസമയം നിന്നെങ്കിലും പ്രാർത്ഥനയോടെ ഹാളിലേക്ക് കയറി. Everyone read what is written on the walls, but with prayer, every people entered into the convention hall. പ്രാസംഗികനായ ദേവദാസൻ വളരെ ശക്തിയോടെ ദൈവവചനം പ്രസംഗിച്ചു. The preacher started preaching the word of God more powerfully. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. അന്ന് പലരും യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു. Everyone started listening to the word of God, and that day many people accepted Jesus Christ as their personal savior. അവിടെ എഴുതി വച്ചിരുന്നത് പോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഒന്നും നടന്നില്ല. സകലത്തെയും ദൈവം നിയന്ത്രിച്ചു. According to what was written on the walls, nothing had happened because God took the control of everything. അന്നു മുതൽ കർത്താവിന്റെ വേല ആ പ്രദേശത്ത് ശക്തിപ്പെടുവാൻ തുടങ്ങി. And from that time onwards, the work in the ministry in that land started strengthening and flourishing mightily. പലരും സഭയിലേക്ക് കടന്നു വന്നു. And many people started coming to the church. ദൈവത്തിന്റെ പ്രത്യേക കരുതലുകൾ പിന്നെയും അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. Afterwards also we are able to experience the great care of God. ഒരിക്കൽ 4 ദിവസം ഒരുപോലെ ഞങ്ങൾക്ക് ഭക്ഷണമില്ലാത്ത ഒരു അനുഭവം ഉണ്ടായി. Once we have a great experience that we do not have food for 4 days continuously. പലപ്പോഴും ഞങ്ങൾ ഉപവാസം എടുക്കുന്നവരാണ്. Many times we used to take fasting. എന്നാൽ ഈ സമയം ഞങ്ങൾ വളരെ ക്ഷീണിതരായിരുന്നു. But this time we became very weak. 3-ാം ദിവസം രാത്രിയിൽ ദേവദാസൻ ഒരു പാട്ടെഴുതി അതിന് ഈണം കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. The third day, the servant of God, he wrote a song and he asked me to give tune to it. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ആ പാട്ടിനൊരു ഈണം കൊടുക്കുവാൻ I ഇടയായി. trusted in God and I gave tune to that song. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് രക്ഷിച്ച യേശുവേ എന്ന് തുടങ്ങുന്ന ആ ഗാനം പാടി സന്തോഷിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായി. We together sang that song and worshipped God, and the song name is Rekshicha Yeshuve in Malayalam. അന്ന് രാത്രി കർത്താവ് എനിക്ക് ഒരു വചനം തന്നു. And that night, God gave me a verse. കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി The വരികയില്ല. trouble will not rise up a second time. പ്രിയപ്പെട്ടവരെ, അന്നു മുതൽ ഈ നിമിഷം വരെ അതുപോലെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. My beloved peoples, from that day till now, God had never let such trouble to come again in our life. ദൈവം വാക്ക് പറഞ്ഞാൽ മാറുവാൻ മനുഷ്യനല്ല. If God says a word, He is not a man to show unfaithfulness, but He will keep what He say. പിറ്റേന്ന് രാവിലെ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ട് തുറന്നപ്പോൾ The next day, when we wake up, we heard someone knocking at the door, and we opened the door.
ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു വീട്ടിലെ 12 വയസ്സ് പ്രായമുള്ള മകൻ ഒരു കവർ വെച്ച് നീട്ടുന്നതായിട്ടാണ് കണ്ടത്. And when we opened the door, we saw a 12-year-old boy who was known to us. He's having a cover in his hand and he's giving that to us. എന്താണ് മോനെ എന്ന് ചോദിച്ചപ്പോൾ അപ്പച്ചൻ തന്നു വിട്ടതാണെന്ന് പറഞ്ഞു. We asked him what it is, so he said his father sent this for us. അതിന്റെ പിന്നിൽ ഒരു വിഷയമുണ്ട്. Behind this, there is an incident. കുറച്ച് നാളുകൾക്ക് മുൻപ് ദേവദാസൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. Few days before, when the servant of God reached their home, his father asked him to pray for a matter. അതായത് അവർക്കൊരു ലോറി വാങ്ങാൻ ആഗ്രഹിക്കുന്നു, അതിന്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ക്രമപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. The matter it was like that they wanted to buy a truck, so they were requesting that they need some financial arrangements, so it need to be prayed for. അങ്ങനെ ദേവദാസൻ പ്രാർത്ഥിച്ചിട്ട് പോരുകയുണ്ടായി. So the servant of God prayed for that matter that time. ദൈവം പ്രാർത്ഥന കേട്ടു, ലോറി വാങ്ങി. അതിന്റെ സന്തോഷ സൂചകമായിട്ടാണ് കുഞ്ഞിന്റെ കയ്യിൽ കവർ കൊടുത്തു വിട്ടത്. God heard that prayer and they were able to buy that truck, and so with the thanksgiving they sent that cover in the hand of their son. ഞങ്ങളുടെ അവസ്ഥ അറിയുന്നവനായ ദൈവം മുന്നമേ അപ്രകാരമൊക്കെ ഞങ്ങൾക്കായി കരുതിയിരുന്നു. The God who is knowing our situation prepared for us beforehand. ഇന്ന് ആ മകൻ ഉന്നതമായ ജോലിയിൽ കുടുംബമായി അമേരിക്കയിലായിരിക്കുന്നു. Today that son, he is in a very high position and is settled in United States. മൂവാറ്റുപുഴയിൽ പല ഭാഗങ്ങളിലായി ഞങ്ങൾ വീട് മാറി മാറി താമസിച്ചിട്ടുണ്ട്. We lived in various houses in Muvattupuzha. ചുറ്റുപാടുള്ള അനേക സ്ഥലങ്ങളിലും വിവിധ നിലകളിൽ സുവിശേഷം അറിയിക്കാനും സാധിച്ചിട്ടുണ്ട്. And God helped us to spread the word of God in all the areas of Muvattupuzha. ഈ സ്ഥലത്ത് വെച്ചാണ് 2 പെൺമക്കളെ കൂടെ കർത്താവ് ദാനമായി നൽകിയത്. And in this place only God gave the gift of 2 daughters to us. ഒരിക്കൽ അത്ഭുതമായ മറ്റൊരു സംഭവം ഉണ്ടായി. And once there was another miraculous event happened. 12 വർഷം ജയിലിലായിരുന്ന ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് സഭയിൽ വരുവാനിടയായി. There was a person who was in jail for 12 years. He got saved and he started coming to the church. തൽഫലമായി തന്റെ കുടുംബം മുഴുവനും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. And through him, his whole household got saved and they took water baptism and they started coming to the church. യാക്കോബായ വിശ്വാസത്തിൽ നിന്ന് വന്ന അവരുടെ സ്നാനം കാണുവാൻ ദേശത്തുനിന്ന് അനേകർ തടിച്ചുകൂടി. And they came from a Jacobite background, so in order to watch their water baptism, many people from the surrounding areas gathered. അതിനുശേഷം അവരുടെ വീടിനടുത്ത് വെച്ച് അവർ തന്നെ സംഘടിപ്പിച്ച ഒരു കൺവെൻഷൻ നടത്തുകയുണ്ടായി. And after that family, they arranged a convention meeting near to their home. ഞങ്ങൾക്ക് അവിടേക്ക് ഒരു നദി കടന്ന് പോകണമായിരുന്നു. And to reach that place, we need to cross a river. ഞങ്ങൾ പോകുമ്പോൾ യാതൊരു കുഴപ്പമില്ലാതെ ഞങ്ങൾ പോയി. We were able to nicely go across the river and reach the convention place. എന്നാൽ തിരിച്ചു വരുമ്പോൾ വെള്ളം വളരെ കൂടിയിരുന്നു. But when we were coming back, the water in that river was highly increased. ഞങ്ങളോടൊപ്പം മറ്റു പലരും ഉണ്ടായിരുന്നു. Many peoples were there with us also at that time. തോണി പെട്ടെന്ന് ചരിഞ്ഞ് മുങ്ങുവാൻ തുടങ്ങി. And when we were in the boat, suddenly the boat started shaking and it started singing. എല്ലാവരും വളരെ ഭയപ്പെട്ടു പോയി. എന്നാൽ ദൈവം അതിശയമായി എല്ലാവരെയും രക്ഷിച്ചു. Everybody got frightened that time because the boat started singing, but God miraculously saved us that day. മറ്റൊരു അതിശയം നടന്നത് ഞങ്ങളുടെ സഭയിൽ വളരെ എതിർപ്പുകളിലൂടെ കടന്നുപോകുന്ന ഒരു മാതാവ് ഉണ്ടായിരുന്നു. Another incident that happened there was in our church there was a mother who used to come in the midst of through many persecutions. 10 വർഷമായി എന്തെല്ലാം ചെയ്തിട്ടും ഒരു കുഞ്ഞ് ജനിക്കുവാൻ കഴിയാതിരുന്ന തന്റെ മരുമകളുമായി ഞങ്ങളുടെ അടുത്തേക്ക് പ്രാർത്ഥിപ്പാൻ വന്നു. One day she brought her daughter-in-law who does not have a child even for more than 10 years. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ആ മാസം തന്നെ അവൾ പ്രഗ്നന്റ് ആയി. We prayed for her together and that same month that women got pregnant. ഒരു ആൺകുഞ്ഞിനെ ദൈവം അവർക്ക് ദാനം നൽകി. And God gave them a gift of a son. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. In this way God had done great wonders over there. അവിടെ വെച്ച് പലവിധ രോഗങ്ങൾ ഞങ്ങളുടെ മക്കൾക്കുണ്ടായിട്ടുണ്ട്. When we were at that place, our children got affected with many diseases. പലപ്പോഴും മരണത്തിന്റെ വക്കോളം എത്തിയിട്ടുണ്ട്. And they even reached to the point of death. അപ്പോഴെല്ലാം കർത്താവ് ഭയപ്പെടേണ്ട, അവർ പുല്ലിന്റെ ഇടയിൽ നീർത്തോടുകൾക്കരികെയുള്ള അലരികൾ പോലെ മുളച്ചു വരുമെന്നും. But that time God gave us a promise that they shall spring up among the grass as willows by the water courses. നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും എന്നുള്ള വചനങ്ങളൊക്കെയും തന്ന് നിലനിർത്തി. And God also gave us the promise that I will fight with those who fight with your children and I will sustain and protect your children.
പിന്നീട് ഒരിക്കൽ ഞങ്ങൾ സംഘടിപ്പിച്ച പരസ്യയോഗത്തിൽ ഒരു ദേവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ And one day, when we were conducting an open air meeting and the pastor was preaching in the meeting, കുടിയനും സുവിശേഷ വിരോധിയുമായ ഒരു മനുഷ്യൻ ബഹളമുണ്ടാക്കി ഉപദ്രവിപ്പാനായി അടുത്തു വന്നു. suddenly a drunkard person came over there and started making great troubles there. ദൈവദാസന്മാർ എല്ലാവരും ചേർന്ന് വന്ന് പ്രാർത്ഥിച്ചു. But the servants of God together stood and prayed. ആ സമയം അയാൾ ഒരു ചുവട് പോലും മുൻപോട്ട് വെക്കാതെ തരിച്ചു നിന്നു. And that time that person got stuck and he could not even move forward a single step. അദ്ദേഹവും കുടുംബവും പിൽക്കാലത്ത് ദൈവസേവയിൽ ചേർന്നു വന്നു. And thereafter, after some time, that same person and his whole household got saved and started coming to the church. പിന്നീട് ഒരിക്കൽ മൂവാറ്റുപുഴയ്ക്ക് സമീപം നടന്ന 2 ദിവസത്തെ പരസ്യ മീറ്റിംഗിൽ And after some days, we conducted another open air meeting for 2 days. എൻ്റെ ഭർത്താവായിരിക്കുന്ന ദേവദാസൻ പാസ്റ്റർ പോൾ KS തന്നെയാണ് പ്രസംഗിച്ചത്. That time my husband, Pastor KS Paul, he himself preached for 2 days. ധാരാളം പേർ വചനം കേൾക്കാൻ ഉണ്ടായിരുന്നു. Many people came to attend and hear the word of God. യോഗം കഴിഞ്ഞപ്പോൾ സ്വർണ്ണപ്പണിക്കാരനായ തൻ്റെ മകനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഒരാൾ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. After that meeting, a person came to my husband and told him to please come to his home and pray for his son who was a goldsmith. ആ മകൻ 2 വർഷം മുമ്പ് സ്വർണ്ണപ്പണി കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലേക്ക് വരുമ്പോൾ കള്ളന്മാർ പിടികൂടി ഉപദ്രവിക്കുകയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണം അപഹരിക്കുകയും ചെയ്തു. His son, 2 years before, when he was returning home, thieves attacked him and took all the golds that he were having. അതോടെ സമതല തെറ്റിയാണ് 25-കാരനായ ആ യുവാവ് വീട്ടിലെത്തിയത്. And because of that, even he got shocked and become mentally disturbed and he reached back home. അവരുടെ മതവിധി പ്രകാരം പലവിധ മരുന്നുകളും മന്ത്രവാദങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. And in order to save that their son, their family members used many medicines and also done many sorcery and all, but could not save him. 2 വർഷക്കാലം കഞ്ഞിവെള്ളം കുടിക്കുന്നതല്ലാതെ മറ്റു യാതൊന്നും ഭക്ഷിച്ചിരുന്നില്ല. This person was drinking only rice water for 2 days. He was not 2 years, but he was not eating anything else. ആളെ തിരിച്ചറിയാൻ പാടില്ലാത്ത വിധം മുടിയെല്ലാം നരച്ച് ഒരു വയോധികൻ എന്ന പോലെ ആയിരുന്നു. Because of that, he became just like an old man and all his hairs, everything become white and he looked like an old man. കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ദൂരേക്ക് ആരോ വലിച്ചെറിയുന്ന അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. He used to have such an experience that somebody is throwing him out of where he's staying. അതുപോലെ റോഡിൽ കൂടെ അനേകം തലകൾ ഒഴുകി പോകുന്നതായി താൻ കാണുമായിരുന്നു. And many times he used to get the hallucination that he used to see heads rolling in the streets. ഇതെല്ലാം കണ്ട് വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ ഭയപ്പെട്ടിരുന്നു. Because of such hallucination, he was greatly frightened and he does not used to come out of his home. ഏതായാലും ദൈവദാസൻ പ്രാർത്ഥിച്ചു. ക്ഷണത്തിൽ അവന് സുബോധമുണ്ടായി. The servant of God prayed for him and that moment itself God healed him. പിറ്റേ ദിവസം തന്നെ അവൻ 10-12 മൈൽ ദൂരത്തിലുള്ള ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരികയുണ്ട്. The very next day, this same person, he traveled 10 to 12 miles and came to our home. അവനെ ഞങ്ങളുടെ കൂടെ നിർത്തി വളരെ നാൾ ദൈവവചനം പഠിപ്പിച്ചു. We made that person to stay with us for many days, for many time, and we taught him the word of God. അവന്റെ സ്ഥിതികൾക്കെല്ലാം മാറ്റം വന്നു. There was a great change in his condition. ഇന്നവൻ വിവാഹിതനാണ്. And now he is married and living with his family. ഇപ്രകാരം ദൈവം തന്റെ അത്ഭുത പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നു. In this way, God was doing great wonders and miracles in that place. പിന്നീട് ഒരിക്കൽ ഞങ്ങൾ രണ്ടുപേരും ഭവന സന്ദർശനത്തിന് പോയി. After some time, we both together we went for a house visiting. പല വീടുകളിലും പോയി സുവിശേഷം അറിയിക്കുന്നതിനിടയിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആ വീട്ടിലെ കുടുംബനായിക ഞങ്ങളെ സ്വീകരിച്ചിരുത്തി. When we reached one home, one of the women of that house, she invited us to into their home. അവരോട് ഞങ്ങൾ സുവിശേഷ വേലക്കാരാണെന്ന് പറഞ്ഞു. We told her that we are the God's servants. ആ സ്ത്രീ ദൈവവചനം കേൾക്കുവാൻ വളരെ ആഗ്രഹിച്ചു. പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. She was very interested to hear the word of God and was closely listening to what we are saying. ഉടൻ തന്നെ അവർ പറയുകയാണ്, നിങ്ങളെ ദൈവമാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നത്. Suddenly that lady told us that it is God who brought you people into our home. നിങ്ങൾ നോക്കൂ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാരി കണ്ടോ? She told us, look and see what is there in my hand. She was holding a sari in her hand. നിങ്ങൾ വരുന്നതിന് അല്പം മുൻപ് ഞാൻ ഈ സാരി ഫാനിൽ കെട്ടി തൂങ്ങി മരിക്കുവാൻ തുടങ്ങിയതാണ്. She said that before few moments you came to this home, I was using this sari to hang myself and kill myself. പെട്ടെന്ന് എന്തോ എനിക്ക് രക്ഷപ്പെടുവാൻ തോന്നി. But I don't know what happened. Suddenly I felt like to save myself. ഈ സാരി ഞാൻ ഫാനിൽ നഴിച്ച്
കഴുകി ഉണക്കി ഇപ്പോൾ കൊണ്ടുവന്നതാണ്. I removed this sari from the fan and I washed it and I was just bringing it back. ഞങ്ങളത് കേട്ട് അതിശയിച്ചു പോയി. And when we heard it, we were so much amazed. ഭർത്താവും ഭാര്യയും തമ്മിൽ വേർപിരിഞ്ഞിട്ട് കുറേ നാളുകളായി. This lady was separated from her husband for many years. മക്കൾ രണ്ടുപേരുടെയും കൂടെ പാർത്തു Their വരുന്നു. children were staying with both of them. അവരെ രണ്ടുപേരെയും കൂടെ യോജിപ്പിക്കുവാൻ അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയും പല നേതാക്കന്മാരും നോക്കിയിട്ട് സാധിച്ചിട്ടില്ല. Many leaders at the church in which they are attending, they were been trying to unite them for many years, but failed. രണ്ടുപേരും ഉദ്യോഗമുള്ളവരും സാമ്പത്തികമായി ഉന്നത നിലയിൽ നിൽക്കുന്നവരുമാണ്. These two peoples are having a high position in the society and they have a good financial setup also. ഉടൻ തന്നെ ഞങ്ങൾ ദൂരെ ജോലി ചെയ്യുന്ന ഭർത്താവിൻ്റെ അഡ്രസ്സ് വാങ്ങി ലെറ്ററിലൂടെ ദൈവവചനം എഴുതി അറിയിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. So suddenly we wrote a letter to her husband was far away and shared the word of God with him. അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ഞങ്ങളുടെ ഭവനത്തിലെത്തി. Miraculously, that person, her husband, came to our home the very next day. അതിനെ തുടർന്ന് ചില ദിവസങ്ങൾ അവരുടെ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥന ക്രമീകരിച്ചു. And thereafter we arranged prayer meetings in their home. ഈ സമയം ആ പ്രദേശത്തുള്ള ചിലർ അവരുടെ മക്കളെ കയ്യിലെടുത്ത് ആ വീട്ടിൽ വലിയ പ്രക്ഷോഭങ്ങളൊക്കെയും സൃഷ്ടിച്ചു. But at that time, the neighbors of their home, they used their children to create some troubles in that prayer meeting. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവരെ കുടുംബമായി യോജിപ്പിച്ചു. But the heavenly God united that family together. അവരെല്ലാവരും കുടുംബമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. That family, this got saved, repented, saved, took water baptism and were added to the church. ഇതുപോലെയുള്ള പല സംഭവങ്ങളും വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാനിടയായി. In this way, God helped us to experience many wonders in our life through our ministry. ഇതുപോലെ വിശേഷപ്പെട്ട വേറൊരു സംഭവം ഓർക്കുന്നു. And I also remember another great event. 4 മക്കളുള്ള ഒരാൾ തൻ്റെ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയോടുകൂടെ ദീർഘനാൾ ജീവിക്കുവാനിടയായി. There was a person who had 4 children, but he left his first wife and started living with another woman. അങ്ങനെ ഇരിക്കെ താൻ സുവിശേഷത്താൽ പിടിക്കപ്പെട്ടു. That time he was captured by the word of God. അദ്ദേഹവും തൻ്റെ രണ്ടാം ഭാര്യയും ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാനിടയായി. He and his second wife started coming to our church. എന്നാൽ ഇവരുടെ ഹിസ്റ്ററി ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. But we are not knowing their past history. അവർക്ക് സ്നാനം വേണമെന്ന് പറഞ്ഞു, സ്നാനം കൊടുക്കുവാനിടയായി. They told us that they need water baptism, so we provided them that. അവർ രണ്ടുപേരും നിരന്തരമായി സഭയിൽ വന്നുകൊണ്ടിരുന്നു. They started continually attending the church. അങ്ങനെ ഇരിക്കെ തൻ്റെ മൂത്ത മകനും സുവിശേഷത്താൽ പിടിക്കപ്പെട്ടു. At that time, their elder son also got captured by the word of God. അവരെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. We were not knowing them before. ഒരിക്കൽ ഈ മൂത്ത മകനെ പരിചയപ്പെടുവാൻ ദൈവദാസന് ഇടയായി. Once God gave him my husband an opportunity to get introduced to his elder son. അതിന്റെ ഫലമായി അവരുടെ കുടുംബത്തിലെ വിവരങ്ങളൊക്കെ അറിയുവാൻ കഴിഞ്ഞു. And through that son, we came to know about their family history. കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ വിഷമത്തിലായി. After coming to knowing their history, we were totally troubled what to do. അല്പം കൂടെ കഴിഞ്ഞ് രണ്ടാമത്തെ മകനും കുടുംബവും വിശ്വസിച്ച് സ്നാനപ്പെട്ട് ഞങ്ങളുടെ സഭയിൽ വരാൻ തുടങ്ങി. After some time, their second son also got saved and started coming to our church. ആദ്യത്തെ ഭാര്യ ജീവനോടിരിക്കുമ്പോൾ രണ്ടാമത്തെ ഭാര്യമായി ജീവിച്ച് വേർപെട്ട സഭയിൽ വന്ന് ആരാധിക്കുന്നത് തെറ്റാണെന്ന് വചനം അനുശാസിക്കുന്നതിനാൽ ഈ കാര്യം അവരോട് പറയുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. We decided to tell these both people that when his first wife is still alive, it is wrong in the sight of God to live with the second wife and come and attend the church. അതിനുശേഷം ഈ വിഷയം ഞങ്ങൾ ദിവസങ്ങളിൽ നിരന്തരമായി പ്രാർത്ഥിക്കുവാനും തുടങ്ങി. And we started praying for this matter continuously. അങ്ങനെ ഇരിക്കെ ഒരു കൂട്ടായ്മ യോഗത്തിൽ താൻ സാക്ഷ്യം പറയുവാൻ എഴുന്നേറ്റു ഒരു പഴയ പാട്ടിന്റെ ഈരടികൾ പാടി. And that time, in one prayer meeting, this person came and he stood for giving testimony by singing a old Malayalam song. തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കൊടുത്ത് അന്യർക്കെന്നോർത്തിതാ സങ്കടപ്പെട്ടിടുന്നു. He started singing an old version of Malayalam song. ഈ പാട്ട് കേട്ടപ്പോൾ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. And when we heard that song, we understood that God had heard our prayer. ഇദ്ദേഹം ദേശത്തെ വിറപ്പിച്ചിരുന്ന ഒരാൾ കൂടെ ആയിരുന്നു എന്നാണ് പലരിൽ നിന്നും അറിയുവാൻ. From many people, we also came to know that this person was a great terror before in that society. അത്ഭുതം എന്ന് പറയട്ടെ,
അവരോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും മനസ്സോടെ വേർപെട്ട് രണ്ട് വീട്ടിൽ താമസമാക്കി. But miraculously, when we shared this matter with these two people, they accepted it and they got separated from each other and started staying away from each other. തൽഫലമായി തന്റെ ആദ്യ കുടുംബം ചേർന്നു വന്നു. And because of that, his first wife and family got അങ്ങനെ united. തന്നോടൊപ്പം താമസിക്കുവാനിടയായി. And that family, they together started living together. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ എങ്ങനെ അടക്കി വെക്കുവാൻ കഴിയും? How we can hide the wonders that God is doing. ദൈവദാസനെ ഞങ്ങളുടെ സഭയുടെ ശുശ്രൂഷ കൂടാതെ നിന്ന IPC സഭയുടെ ഡിസ്ട്രിക്റ്റിലെ മറ്റൊരു സഭയുടെ ശുശ്രൂഷ കൂടി ഏറ്റെടുക്കുകയുണ്ട്. My husband, the servant of God, beside the Moatibura church, he also started leading another church in IPC. രണ്ട് സഭയിലും കൂടെ ഒരുമിച്ച് ശുശ്രൂഷിക്കുക എന്നത് വലിയ റിസ്ക് ആയിരുന്നു. But it was a risk for him to carry out the services in both the churches. അതോടൊപ്പം തന്നെ സെന്ററിന്റെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിക്കുകയുണ്ടായി. Moreover, he was the vice president at that time. ഞങ്ങളുടെ സഭയിൽ സഹോദരിമാരുടെ ഇടയിലുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു. At that time, in our church, we used to have women's ministry. അനേക വീടുകൾ കയറിയിറങ്ങി ട്രാക്റ്റുകൾ കൊടുക്കുകയും സുവിശേഷം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. God helped us to go do various house visiting and to distribute tracts and pray. അതിന്റെ ഫലമായി അനേകർ ദൈവസഭയിലേക്ക് ആകർഷിക്കപ്പെട്ടു. And because of that, many people got attracted towards the church. സെന്റർ തലത്തിലെ സഹോദരിമാരുടെ പ്രവർത്തനം സജീവമാക്കുവാൻ സെന്റർ തീരുമാനിച്ചു. Center also decided to strengthen the women's ministry at the central level. അതിന്റെ ചുമതലയിലായിരിക്കാനും കർത്താവ് എനിക്ക് അവസരം And നൽകി. God helped me to carry out the leadership of the women's ministry at that time. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ സഹോദരിമാർ കൂടി വന്ന് വളരെ ഉത്സാഹത്തോടെ ചെയ്തു വന്നു. So in this way, blessedly, all the women stood together and to carry out the ministry. അങ്ങനെ ഇരിക്കവെയാണ് നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്കായി കടന്നു വരണമെന്ന് IPCNRന്റെ പ്രസിഡന്റായിരുന്ന പാസ്റ്റർ KT തോമസ് അറിയിച്ചത്. And at that time, the IPCNR Northern India President Pastor KT Thomas requested my husband to come to North India and carry out the ministry over there. എൻ്റെ ഭർത്താവായ പാസ്റ്റർ പോൾ കേഴ്സിനെ ഡൽഹിയിൽ ജോലിയിലുണ്ടായിരുന്നപ്പോൾ സ്നാനപ്പെടുത്തിയത് അദ്ദേഹമായിരുന്നു. When my husband was in Delhi, he got baptized by this same pastor. അദ്ദേഹത്തിന്റെ സഭയിലായിരുന്നു കർത്തൃദാസനെ ആരാധിച്ചു വന്നതും. And in his church only my husband used to attend the worship before. അങ്ങനെ ഞങ്ങൾ കുടുംബമായി 1997 ഒക്ടോബർ 1 ഡൽഹിയിൽ എത്തിച്ചേർന്നു. In this way, in October 1st, 1997, we as a whole family, we reached to Northern India, Delhi. തുടർന്ന് IPCNRന്റെ രണ്ട് സഭകളിൽ സഭാ ശുശ്രൂഷയിൽ ആയിരിക്കാനിടയായി. And thereafter, God helped us to do ministry in 2 churches in IPC North India. എന്നാൽ പിന്നീട് ചില സാങ്കേതിക കാരണങ്ങളാൽ തുടർന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ് സംഘടനയുമായി ചേർന്ന് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. But after due to some events, we joined with Assemblies of God Church and now we are currently in SG Church. മൂവാറ്റുപുഴയിലും സമീപസ്ഥലത്തും ഇപ്പോൾ 10 കൂടുതൽ വേർപെട്ട സഭകളുടെ പ്രവർത്തനങ്ങളുണ്ട്. In Moatibura and the nearby areas, currently there are more than 10 church ministries. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചർച്ചിന്റെ പ്രവർത്തനവും ശക്തമായി സ്ഥലത്തുണ്ട്. The powerful ministry of Assembly of God Church is also present there. ഈ കാലങ്ങളിലെല്ലാം അതിശയകരമായി ഞങ്ങളെ ഉപയോഗിക്കുകയും നടത്തുകയും ചെയ്ത നല്ല കർത്താവിന് ആയിരമായി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം ഇവിടെ ചുരുക്കുന്നു. So I would like to conclude my testimony by giving thousands and thousands of praises to the Almighty God who was leading us powerfully and mightily and wonderfully throughout these periods in our ministry. കർത്താവ് അനുവദിച്ചാൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന തുടർന്നുള്ള വിഷയങ്ങൾ മറ്റൊരു സന്ദർഭത്തിൽ സാക്ഷ്യമായി അറിയിക്കാമെന്ന് താല്പര്യപ്പെടുന്നു. If God permits, whatever things would happen after in our ministry, we will be sharing with you in the coming videos. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. May the good God bless you all.